കാണിച്ചിട്ടില്ല. വളരെ ലളിതമായി ഭക്ത്യാർന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു മഹാനവകൾ ജീവിച്ചിരുന്നത് എന്ന് ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടവരൊക്കെയും ഭാര്യ പറയുന്ന 5 ദിർഹമിന്റെ ഷർട്ട് കുറച്ച് വില പിടിച്ചോക്കെ രാജാവ് എന്നുള്ള ആൾക്ക് ഇട്ടാലേ അതല്ലേ മനുഷ്യന്മാർക്ക് കാണാൻ കുറച്ച് നല്ലത് എന്ന് ഭാര്യ പറയുമ്പോൾ ഇതെന്റെ ശരീരത്തിൽ ധരിക്കാനല്ലേ, 5 ദിർഹം ഞാൻ ധരിക്കുമ്പോൾ 10,000 ദിർഹം സാധുക്കൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് സാധുക്കളെ നല്ലപോലെ പിരിശം വെച്ചിരുന്ന ഒരു രാജാവായി അദ്ദേഹം പ്രതികരിച്ചതായി അദ്ദേഹത്തിന്റെ ഭാര്യ വിവരിക്കുന്ന ഒരു രാജാവിന് ഒരു വലിയ പണ്ഡിതനുണ്ടായി കൊടുത്ത മൗലിദ് ഇബ്നു ഖല്ലിക്കാൻ തന്നെ പറയുന്നു, ഹിജറ 626 6 സദസ്സുകളിൽ വെച്ച് ഞാൻ ആ മൗലിദ് കേട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ 6 സദസ്സുകൾ അദ്ദേഹം കേൾക്കത്തക്ക രീതിയിൽ തന്നെ ഈ മൗലിദിനെ അധികരിച്ചുകൊണ്ട് അന്ന് ഗംഭീരമായ ഇർഗുലിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോ രാജകീയ പ്രൗഢിയിൽ തന്നെ ഇതിനെ വ്യാപകമായി നടത്തുകയായിരുന്നു രാജാവ് എന്ന് മനസ്സിലാക്കാം. ആ രാജാവിന്റെ കാലത്ത് ഇത് ഇത്ര ഗംഭീരമായി ഇന്ന് നാം കാണുന്ന രീതിയിൽ അന്നതിൽ പങ്കെടുത്ത ആളുകൾ അതിന്റെ ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ കോഴിയുടെ തലയുടെ എണ്ണം, ആടിന്റെ കുറകിന്റെ എണ്ണം, ഇതൊക്കെ വിവരിക്കുന്നത് കേട്ടാൽ 10,000ങ്ങളുടെ കണക്കാണ്. 10,000ങ്ങളുടെ കണക്ക്, ലക്ഷക്കണക്കിന് പണങ്ങളുടെ കണക്ക്. ഈ ദിർഹമുകളെല്ലാം ചെലവഴിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്. ഈ മൗലിദിന് വേണ്ടി ചെലവഴിക്കുന്ന രീതിയിൽ ഗംഭീരമായി ജനകീയമായി രാജകീയമായി നടക്കുന്ന ഒരു മൗലിദ് എന്ന നിലയ്ക്ക് ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഇതറിയാതിരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ വിധി എന്താണ്? ഇങ്ങനെ ഒരു സംഭവം പുതുതായി വരുമ്പോൾ അതിന്റെ നിയമം എന്താണ്? ഇസ്ലാമികമായി ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ അതല്ല ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടതാണോ എന്ന് അന്നത്തെ പണ്ഡിതന്മാർ തീർച്ചയായും ചിന്തിച്ചിട്ടുമുണ്ട്. അന്നു തൊട്ടിന്നു വരെയും കഴിഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ കാലത്ത് രാജകീയമായി ജനകീയമായി കഴിഞ്ഞ ഈ മൗലിദിന്റെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലരും പല വിധേന വിധി പ്രഖ്യാപിച്ചെന്ന് വരാം. പണ്ഡിതന്മാർ ചിന്തിച്ച് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഏതാണ്ട് ജനിക്കുന്ന കാലത്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനവർ ജനിക്കുന്നത് 600കളിലാണ്, ഹിജറ 630കളിൽ. ഹിജറ 630കളിൽ ജനിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപേ ഈ മൗലിദ് പ്രചാരത്തിലുണ്ട്. അപ്പോ രാജകീയമായ ഈ മൗലിദിനെ കുറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യനാണ് അന്ന് ഡമാസ്കസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഷാഫിഈ പണ്ഡിതൻ. ഷാഫി മദ്ഹബുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിധികൾ പരിശോധിച്ചാൽ നമുക്ക് ഇമാം നവവിയുടെ ഗുരുവര്യനായ ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂ ഷാമ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും. ഇമാം നവവി മുദരിസായി താമസിച്ച, ഇൽമു പകർന്നുകൊണ്ട് താമസിച്ച അഷ്റഫിയ മദ്രസയിലെ തന്റെ മുൻഗാമിയും തന്റെ ഗുരുവര്യരുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂ ഷാമ. അബൂ ഷാമ റളിയല്ലാഹു അൻഹു തന്നെ ഇതിനെക്കുറിച്ച് വളരെ സുന്ദരമായി വിധി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, "ഓമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മാ യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലി യൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം." നബി തങ്ങളുടെ ജനനനാളുമായി ബന്ധപ്പെട്ട് അതിനോടനുയോജ്യമായി ഓരോ വർഷവും സംഘടിപ്പിക്കപ്പെടുന്ന മൗലിദ് പരിപാടികളുണ്ടല്ലോ, അത് നമ്മുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട പുതിയ കാര്യങ്ങളിൽ, പുതിയ നടപടികളിൽ, പുതിയ മാതൃകകളിൽ, സമ്പ്രദായങ്ങളിൽ, വഴക്കങ്ങളിൽ ഏറ്റവും സുന്ദരമായതും പുണ്യമാർന്നതിലും പെട്ടതാണ്. മിന സ്വദഖാത്ത് വൽ മഅറൂഫ് വഇൽഹാരി സീന വസ്സുറൂർ. നബിദിനം പ്രമാണിച്ച്, നബിയുടെ ജന്മമാസം പ്രമാണിച്ച് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു, അലങ്കാരങ്ങളും തോരണങ്ങളും തൂക്കുന്നു, നല്ല നല്ല കർമ്മങ്ങൾ പലതും ചെയ്യുന്നു, ഭക്ഷണാദികളായും അല്ലാതെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇലൽ ഫുഖറാ വസ്സുറൂർ ഫഇന്ന ദാലിക മഅ മാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ മുശ്ഇറുൻ ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക. ഇത് പ്രവർത്തിക്കുന്നയാൾക്ക് സാധാരണക്കാരായ നല്ല നല്ല സാധുക്കൾക്കും നിർധനർക്കും സഹായിക്കുക എന്ന നല്ല കാര്യങ്ങൾ ഇതിലുള്ളതിൻ്റെ കൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുക, നബിയെ പിരിശം വെക്കുക, നബിയെ മഹത്വപ്പെടുത്തുക എന്ന ഒരു പ്രത്യേക മനോഭാവവും മാനസികമായ വിചാരപരമായ ഒരു നല്ല പുണ്യവും ഈ കൂട്ടത്തിലുണ്ട്. വശുക്രില്ലാഹി തആല അലാ മാ ബിഹി മിൻ ഈജാദ് റസൂലിഹി അല്ലദീ അർസലഹു റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്ക് കരുണയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകി അല്ലാഹു തആല സൃഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തലും ഇതിലുണ്ടെന്ന് മഹാനായ അല്ലാമ അബൂ ഷാമ വിവരിക്കുന്നത് സാധാരണ ഒരു ഗ്രന്ഥത്തിലല്ല.
അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ്. സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു വന്ന അനാചാരങ്ങളെയും വേണ്ടാത്തരങ്ങളെയും എതിരെ പ്രതികരിക്കുന്ന ഗന്ധം, ജനങ്ങൾക്കതിന് പ്രചോദനം നൽകുന്ന ഗന്ധം, ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന ഗന്ധം എന്ന രീതിയിൽ അന്നത്തെ കാലത്ത് ആ നൂറ്റാണ്ടിൽ പുതുതായി കാണുന്നതായ എല്ലാ അനാചാരങ്ങളെയും എതിർക്കുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനാചാരങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ ക്യാമ്പയിന്റെ കൂട്ടത്തിലാണ് മഹാനായ അല്ലാമ അബൂ ശാമ ഇത് വിവരിക്കുന്നത്. ഞാൻ പറയുന്ന അനാചാരങ്ങളുടെ കൂട്ടത്തിലോ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട അനാചാരങ്ങളുടെ കൂട്ടത്തിലോ പെട്ടതല്ല മൗലിദ് എന്ന നല്ല നടപടി. അതേറ്റവും മുന്തിയ ബിദ്അത്താകുന്നു എന്ന് അല്ലാമ അബൂ ശാമ പ്രഖ്യാപിച്ചയുടെ മുതൽക്ക് ശാഫിഈ മദ്ഹബിലെ ഒരൊറ്റ പണ്ഡിതനും ഇന്ന് കാണുന്ന രീതിയിലുള്ള മൗലിദ് പരിപാടി ഇതിലും ഗംഭീരമായ രീതിയിൽ ആരംഭിച്ച അന്നു തൊട്ട് സമൂഹത്തിൽ നടന്നു വരുന്ന ശിർഖം വഗർബൻ, കിഴക്കും പടിഞ്ഞാറും ലോകത്താസകലവും നടന്നു വരുന്നത് എന്ന് ഇമാമുകളും ചരിത്രകാരന്മാരും വിവരിച്ച ഈ സമ്പ്രദായത്തെക്കുറിച്ച് വിയോജിച്ച ഒരഭിപ്രായം, ശരയിന് പറ്റാത്ത ഒരഭിപ്രായം ശാഫിഈ മദ്ഹബിൽ ഒരു പണ്ഡിതന്റേതുമില്ല. ഇപ്പൊ ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണത്തിൽ ഇത് ഏറ്റവും മുന്തിയ നടപടിയാണെന്നും മാതൃകയാക്കേണ്ട നടപടിയാണെന്നും സത്കർമ്മങ്ങൾ മാത്രമുള്ളതാണെന്നുമാണ് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ മുഴുവൻ വിച്ചെഴുതിയത്. അല്ലാമ അബൂ ശാമയെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ഇവരുദ്ധരിക്കുന്ന ആളുകൾ, ഇത് വല്ലാത്തൊരു അതിശയാണ്. സാധാരണ വിധികളിൽ കേരളത്തിലെ സുന്നികൾക്കെതിരെ, ശാഫിഈ മദ്ഹബുകാർക്കെതിരെ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ വാദങ്ങളിലും അവർ ഉന്നയിക്കുന്ന ആളുകളാണ് ഈ മൗലിദുമായി ബന്ധപ്പെട്ടുള്ള ഫത്വക്ക് സുന്നികൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. ഇതെന്തോ യാദൃച്ഛികമാണെങ്കിലും രസകരമായ ഒരു അനുഭവമാണ്. അല്ലാമ അബൂ ശാമയെ എല്ലാ ബിദ്അത്തുകൾ പറയുമ്പോഴും അതിന്റെ മുന്നണിയിൽ നിർത്തിയിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ളതാണ് അല്ലാമ അബൂ ശാമ. അബൂ ശാമ പറയുന്നു എന്ന് ഒരുപാട് ബിദ്അത്തുകളെ കുറിച്ച് പുതിയവാദികൾ, പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട്. ഈ അബൂ ശാമയാണ് ബിദ്അത്തുകളെ നിയന്ത്രിക്കുന്നതും ബിദ്അത്തുകൾക്കെതിരെ ശബ്ദിക്കുന്നതും തന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും നല്ല മുന്തിയ ബിദ്അത്തും പുണ്യകർമ്മവും എന്ന് നമ്മുടെ മൗലിദാചാരത്തെക്കുറിച്ചും മൗലിദ് കർമ്മത്തെക്കുറിച്ചും വിവരിക്കുന്നത്. ഇനി അല്ലാമ അബൂ ശാമക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഫത്വ നമ്മുടെ സുന്നി പണ്ഡിതന്മാർ ശാഫിഈ മദ്ഹബുകാർ ഉദ്ധരിക്കുന്നത് ഒന്ന് അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാ തങ്ങൾ അവർക്കിടെയാണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയുടെ ഉദ്ധരണികൾ ധാരാളമായി പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ പുത്തൻവാദികളുടെ നാട്ടിൽ നിന്നിറങ്ങുന്ന കിതാബുകളിൽ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് പോലും അശ്അരി ത്വരീഖത്തിനെ വിട്ട് അശ്അരി ത്വരീഖത്തിലെ മാറ്റങ്ങൾക്കെതിരെ ശബ്ദിച്ച ഒരു പണ്ഡിതൻ എന്ന നിലക്കാണ്. അശ്അരി ത്വരീഖത്തിലെ വ്യതിയാനങ്ങൾക്കെതിരെ, എന്നുവെച്ചാൽ നമ്മളെ സുന്നി മാർഗത്തിന്റെ ഒരു പേരാണ് അശ്അരി ത്വരീഖത്ത്. ഈ അശ്അരി സരണി എന്ന നമ്മുടെ സുന്നി മാർഗത്തിനെതിരെ ചിന്തിച്ച ഒരു പണ്ഡിതനാണ്, ശാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനാണ് ഹാഫിദ് ഇബ്നു ഹജർ എന്ന് ഇബ്നു ഹജറിനെ വാഴ്ത്തി പറയുന്നവർ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫത്വ വളരെ സുന്ദരമായി അദ്ദേഹത്തിന്റെ ഫത്വയുണ്ട്. ആ ഫത്വ വളരെ പ്രസിദ്ധമാണ്. നല്ല നടപടികളും മറ്റുമൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള അത് പുണ്യകർമ്മമാണെന്നും അതിൽ പ്രതിഫലാർഹമാണെന്നും മഹാനവർ തന്റെ ഫത്വയിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീകൾ കൂടിക്കലരുക പോലുള്ള മോശപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ അത് വർജിക്കേണ്ടതാണെന്നും ഈ കർമ്മം നല്ല ആചാരവും സദാചാരവും പ്രതിഫലാർഹവുമായ പുണ്യമാർന്ന നല്ല നടപടിയാണെന്നും ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം വന്ന മഹാനായ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഫത്വ ഉദ്ധരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു രചന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഇമാം സുയൂത്തിയുടെ പ്രത്യേകതയാണ്. വിവാദത്തിലിരിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഒരു രചന, ഒരു സൃഷ്ടി മഹാനരുടെ പേരിൽ ഉണ്ടാകും. ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന ഒരു ചെറിയ രചന തന്നെ മഹാനായ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ഫത്വയും മുൻഗാമികളുടെ ഫത്വയും ഉദ്ധരിച്ചുകൊണ്ട് ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇന്ന് ശാഫിഈ മദ്ഹബിലെ അവസാന വാക്കെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാനായ ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങളും ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണത്തിലൂടെ ഇത് പുണ്യ ആചാരമാകുന്നു, നല്ല കർമ്മമാകുന്നു, പുതുതായി വന്നതെങ്കിലും എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഫത്വ ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഫത്വ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഇപ്പൊ ശാഫിഈ മദ്ഹബിൽ ഇത് സുന്നത്താണ്, പുണ്യമാർന്നതാണ് എന്ന അർത്ഥത്തിൽ ആരും എതിർക്കുന്നില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ കൂടിയിട്ടുള്ള കാര്യമാണ്. ബിദ്അത്ത് എന്നും പറയാം, പിന്നെ സുന്നത്ത് എന്നും പറയാന്ന് പറഞ്ഞതൊക്കെ ഇന്ന് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഉപയോഗങ്ങളാണ്. സുന്നത്ത് ബിദ്അത്ത് എന്ന് പറഞ്ഞെന്ന് സുന്നത്ത് എന്ന് ആദ്യം ബിദ്അത്ത് എന്ന് പറയാം, പിന്നെ സുന്നത്ത് എന്ന് പറയാന്ന് പറയുമ്പോൾ പ്രശ്നം വരും. ഞാൻ സുന്നത്ത് എന്ന് പറയുന്നത് ആഖിറത്തിൽ കൂലി കിട്ടും.
പ്രവർത്തിച്ചാൽ ആഖിറത്തിൽ പ്രതിഫലാർഹമായ കാര്യത്തിന് സുന്നത്ത് നിസ്കാരം എന്ന് നമ്മൾ പറയില്ലേ,